ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലോലിപോപ്പ് സ്റ്റോറീസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് വീണ്ടും ഒരു ഹൂപ്പ് എംബ്രോയ്ഡറി ഡിസൈനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹൂപ്പ് റെഡിയാണ്. അതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തയ്ക്കാനുള്ള നൂലുകളും റെഡിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? യെസ്. സോ ആസ് യു ക്യാൻ സീ, ഇന്ന് ഞാനൊരു ജപ്പാനീസ് കോയി ഫിഷിനെയാണ് തുന്നിയെടുക്കാൻ പോകുന്നത്. നമ്മളുടെ ഔട്ട്ഡോർ പോൺസിലും അക്വേറിയത്തിലും ഒക്കെ വളർത്തുന്ന ഒരു ഫിഷാണ് എന്തെന്ന് പറയുന്നത് ഈ ജപ്പാനീസ് കോയി ഫിഷ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര ലക്കിയായിട്ടാണ് ആൾക്കാർ കരുതിയിരുന്നത്. അങ്ങനെയാണ് നമ്മളിവരെ വളർത്തുന്നത്. അപ്പം ഈ കോയി ഫിഷ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഒരു ഡീപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡിഷ് അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ്, ഇങ്ങനെ ഒരു ഇതിലാണ് അവരുടെ കോമ്പിനേഷനിലാണ് അവരുടെ ആ ഒരു ബോഡി കാണുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നതും ഒരു നല്ല ഡീപ്പ് ഓറഞ്ച് കളറിലുള്ള നൂല്, അതുപോലെ വൈറ്റ്, ബ്ലാക്ക്, ഈ ഷെയ്ഡ്സിലുള്ള നൂല് വെച്ചാണ് ഞാൻ എന്തായാലും ഇവരുടെ ഈ ഒരു ബോഡി തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ, എനിക്ക് പടം വരയ്ക്കാൻ ഒട്ടും അറിയില്ല, എങ്ങനെയൊക്കെയോ ഞാനൊരു ഫിഷിനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ ഇപ്പോഴത്തെ ഭംഗി കണ്ട് നിങ്ങൾ നോക്കണ്ട, തയ്ച്ച് സെറ്റാക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ അതിനെപ്പറ്റി അഭിപ്രായം പറയണേ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഈ പാച്ചസ്, ഞാൻ ബോഡിയിൽ കുറേ പാച്ചസ് വരച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓറഞ്ച് കളറിലുള്ള നൂല് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ കൊച്ച് ഏകദേശം ഒരു എത്ര മാസമായി, ഒരു 3-4 മാസമായി വീഡിയോ ഇട്ടിട്ട്, വർഷങ്ങൾക്കിടയിൽ മാത്രം വന്ന് വീഡിയോ ഇടുന്നൊരു കുട്ടിയാണല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട ഒരാൾ എന്നോടൊന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാത്തത്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. അത് കേട്ടപ്പോൾ വീണ്ടും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ചെയ്തു വെച്ച വർക്കാണ്, എന്നാൽ ഇത് ഡബ് ചെയ്ത് അങ്ങിട്ടാലോ എന്ന്. റെക്കോർഡ് ചെയ്യുന്നതാണല്ലോ ഒരു പ്രശ്നം. അപ്പം റെക്കോർഡ് ചെയ്ത് ഇത് വീണ്ടും ഞാനിരുന്ന് റെക്കോർഡ് ചെയ്ത് ഇടുകയാണ്. അപ്പം ആ മോട്ടിവേഷൻ തന്നാക്കൊരു നന്ദി. അതാ എൻ്റെ സൂചിയിൽ നിന്ന് നൂലൂരിപ്പോയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു മെഷീൻ എന്നൊക്കെ പറയാമോ എന്നറിയില്ല, അത് വെച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എളുപ്പത്തിന്. കാരണം സമയം ഒത്തിരി വേസ്റ്റ് ആവും സൂചി നൂല് കോർക്കാൻ വേണ്ടി. ആ ഒരു മെഷീനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നൂലങ്ങോട്ട് കയറ്റും, എന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ ആ കമ്പി അറ്റം വെച്ച് സൂചിക്കകത്തേക്ക്, സൂചിയുടെ ഹോളിലേക്ക് കയറ്റുമ്പോൾ പെട്ടെന്ന് കോർക്കാൻ പറ്റും. നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും ബിഗിനേഴ്സ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ബിഗിനേഴ്സിന് ഹെൽപ്ഫുള്ളായിരിക്കും. 10 രൂപയോ 15 രൂപയോ എങ്ങാണ്ടേ ഉള്ളൂ സൂചിയിൽ നൂല് കോർക്കുന്ന യന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പോയി പറയാം. ഓക്കെ. ആ ഒരു പാച്ച് ഞാൻ എന്ത് തയ്ച്ചു കഴിഞ്ഞാലും അതിൻ്റെ അവസാനം കെട്ടിടും കേട്ടോ. പണ്ട് ആദ്യമായിട്ട് ഞാൻ തയ്ക്കുന്ന എന്ത് സാധനമാണെങ്കിലും 2 ദിവസം, ഒരു നന കഴിയുമ്പോഴത്തേക്ക് അത് ഇളകി വരുമായിരുന്നു. കെട്ടൊന്നും പ്രോപ്പറല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് നന്നായി തയ്ക്കാൻ തുടങ്ങിയത് കൊണ്ട് കറക്റ്റായിട്ട് കെട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പം നോക്കിയാൽ മതി, ആദ്യത്തെ 2 പാച്ച് ഞാൻ തയ്ച്ച് കഴിഞ്ഞു. വരയ്ക്കാൻ ഓർമ്മയുള്ളൂ. എന്നാൽ ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾക്ക് കാണാം, ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന കോലം കാണുമ്പോഴേ അറിയാം വളരെ മോശമാണെന്ന്. ഇതിലെങ്ങനെ തയ്ച്ച് സെറ്റാക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട് ഇത് തയ്ച്ച് മനോഹരമാക്കി അടിപൊളി ഒരു വർക്കാക്കി മാറ്റാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോയി ഫിഷിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. കോയി ഫിഷ് ഭയങ്കര ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ജപ്പാൻ കോയി ഫിഷ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും പറയണമല്ലോ, അങ്ങനെ ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഇതിൽ ഒരെണ്ണത്തിന് 300 രൂപയാണ് വില എന്നാണ് കാണുന്നത്. നമ്മൾ ഈ സിനിമയിലും മറ്റേ ഈ ട്രാവൽ വ്ളോഗുകളിലൊക്കെ നല്ല കുളങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നീന്തി തുടിച്ച് വരുന്ന മീനുകളില്ലേ, അത് തന്നെയാണ് ഈ കോയി ഫിഷുകൾ. ഇവർ എക്സ്ട്രീംലി ഇൻ്റലക്ച്വലാണ്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവരുടെ ആ ഒരു ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 25 മുതൽ 50 വർഷമൊക്കെയാണ് ഇവരുടെ ആവറേജ് ആ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ആകെയും പോകെ ആ ഫിഷിൻ്റെ ഈ ഓറഞ്ച് കളറിലുള്ള ആ ഒരു പുള്ളികൾ മാത്രമാണ് ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്നത്. അതും സെയിം ടൈപ്പ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് കുറച്ച് സ്റ്റിച്ചസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതാണ് ഞാൻ വീണ്ടും ആ സ്റ്റിച്ചുകളെ പറ്റി പറയാത്തത്. അപ്പോൾ ആ ആദ്യത്തെ ഫിഷ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫിഷിൻ്റെ ബോഡിയാണ് ഞാനിപ്പം വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരു ഫിഷ് ലവറായിട്ടുള്ള, ഫിഷുകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണ് ഞാൻ ഈ ഒരു ഫിഷിനെ, ഈ കോയി ഫിഷിനെ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആകുമോ എന്നെനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക് കണ്ടിട്ട്, ഫുൾ വർക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വേണം ഒരു 10 മാർക്ക് കിട്ടോ എനിക്ക്.
അപ്പോൾ ആ രണ്ടാമത്തെ ഫിഷിൻ്റെ ദേഹത്തെ പുള്ളികളൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഓറഞ്ച് നൂല് വെച്ച് ഏകദേശം കുറച്ചൊക്കെ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു കോയിഫിഷ്യൻ്റെ ദേഹത്ത് മെജോറിറ്റി ആയിട്ട് വരുന്ന കളേഴ്സാണ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ്, പിന്നെ ബ്ലാക്ക് ആൻഡ് ദെൻ വൈറ്റ് ആണ്. അപ്പോൾ ഇനി ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ട്ലൈൻ കൊടുക്കുക. നിങ്ങൾക്കറിയാം ഓറഞ്ചും ബ്ലാക്കും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ബ്ലാക്ക് റെഡ് പോലെ തന്നെ ബ്ലാക്കും ഓറഞ്ചും ഒരു നല്ല കോമ്പിനേഷനാണ്. അതാലോചിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഔട്ട്ലൈൻ ബ്ലാക്ക് കൊടുക്കാമെന്ന് വെച്ചത്. ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അല്ല നമുക്ക് തന്നെ തോന്നും ഇതിങ്ങനെ നന്നായിരിക്കും എന്ന്. അങ്ങനെ തോന്നിയിട്ട് തയ്ക്കുകയാണ്. അപ്പം ഓറഞ്ചിന് ചുറ്റും അതുപോലെ ഈ പുള്ളികൾ കൊടുത്തത് അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി ബ്ലാക്ക് കളർ വെച്ച് തയ്ക്കുക. അപ്പോൾ ഈ തയ്ച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റുമെന്നറിയോ, ഈ കാണുന്ന പോലെ സൂചിയിൽ നിന്ന് നൂലഴിഞ്ഞു പോകും. അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. അപ്പോൾ മറ്റേ ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു മെഷീൻ അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. ആ ഒരു മെഷീനല്ല ടൂളെന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞതാ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മുഷിക്കല്ലേ മീശയുള്ളത്. ഇവരും മുഷിയുടെ അല്ല, ആ കാർപ്സിനകത്ത് വരുന്നതാണ്, കാർപ്പാണ് ഇവരും. അപ്പോൾ അവർക്കും എന്തുകൊണ്ട് ഇത് ബാർബിളാണ്, മീശയല്ല, ഇതിന് പറയുന്ന പേരാണ് ബാർബിൾ. ആ ബാർബിൾ നമ്മൾ വരച്ച് ചേർക്കുകയാണ്. ബാർബിൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഓർഗനാണ്. എന്താണ് ബാർബിളിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവരൊരു സെൻസറി ഓർഗനാണ്. ഫുഡ് കണ്ടുപിടിക്കാനും മറ്റ് കോയി ഫിഷുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഈ ഒരു ബാർബിൾസ് സഹായിക്കുന്നുണ്ട്. അടുത്താണ് നമ്മുടെ ഫിൻസാണ്, അതായത് ഇവരുടെ ചിറകുകൾ. ഇവർക്കും 2 ടൈപ്പ് ഫിൻസ് ഉണ്ട്, പെക്ടറൽ ഫിന്നും പെൽവിക് ഫിന്നും. ആ മുകളിലായിട്ട് കാണുന്നത് പെക്ടറൽ ഫിന്നാണ്, താഴെ വരുന്നത് പെൽവിക് ഫിന്നാണ്. ഞാൻ പണ്ട് പഠിച്ച BSc സുവോളജി ക്ലാസ്സുകളൊക്കെ ഒന്ന് വീണ്ടും അയവിറക്കിയതാണ് കേട്ടോ, ആരും പേടിക്കണ്ട. അത് കഴിഞ്ഞ് ചെറുതായിട്ട് പാളിപ്പോയ ഒന്നാമത്തെ കാര്യം താണ്ട് ഈ കണ്ണാണ്. കണ്ണ് വരച്ചല്ല വരച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. തയ്ച്ച് വന്നപ്പോൾ എനിക്ക് തന്നെ ദൈവമേ ഇത് ഫിഷാണോ മറ്റേ കുട്ടിച്ചാത്തനാണോ എന്നൊരു സംശയം തോന്നിപ്പോയി. വാട്സാപ്പ് ഇമോജിക്കകത്ത് വരുന്ന ആ കുട്ടിച്ചാത്തൻ്റെ അതേ ലുക്ക് കണ്ണ് വരച്ചപ്പോൾ. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ടല്ലോ, നമുക്കിത് ശരിയാക്കാം. ആദ്യത്തെ ലുക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ശരിയാക്കാം. ഞാൻ ഹോസ്റ്റലിലിരുന്ന് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണിത് കേട്ടോ. തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലെ ചേട്ടൻ തൻ്റെ സ്പീക്കർ ശരിയാക്കുകയാണെന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് പാട്ട് വരും. ചേട്ടൻ പാട്ടിടുമ്പോൾ ഞാൻ റെക്കോർഡിങ് നിർത്തും, ഞാൻ റെക്കോർഡിങ് തുടങ്ങുമ്പോൾ ചേട്ടൻ പാട്ടിടും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ. ഇതൊന്നും പോരാതെ ഇടയ്ക്ക് മുകളിൽ കൂടി ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടും ഉണ്ട്. അപ്പോൾ വളരെയധികം കഷ്ടതകൾ സഹിച്ചെടുക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ ഓരോ പാച്ചസിൻ്റെ മണ്ടയിൽ കൂടെ, ഓരോ പുള്ളികളുടെ മണ്ടയിൽ കൂടെയും ബ്ലാക്ക് തയ്ച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫൈനൽ ലുക്ക് കണ്ടോ. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇത്രയും ലുക്ക് വരുമെന്ന് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. അങ്ങനെ അപ്പോൾ ഇനി എന്ത് ചെയ്തെന്നറിയോ, ഞാൻ ഇത്തവണ 3ാമത്തെ ഫിഷ് നമ്മൾ തയ്ച്ചു തുടങ്ങിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമേ ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം, അപ്പോൾ പിന്നെ എനിക്ക് ഓറഞ്ച് തയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം അതുമല്ല ഈ ഔട്ട്ലൈൻ തയ്ക്കുന്ന ഇച്ചിരി എളുപ്പമുള്ള പണിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 3rd ഫിഷിൽ ആദ്യമേ ആ ഒരു ഔട്ട്ലൈൻ ആദ്യം വരച്ച് ചേർത്തു. ആ കോഡൽ ഫിന്നാണ്, ആ ഏറ്റവും ലാസ്റ്റിലത്തെ നമ്മുടെ ഫിഷിൻ്റെ അടിവശത്തെ ഫിന്നാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതങ്ങനെ തയ്ച്ച് തീർത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഓറഞ്ച് നൂലെടുക്കാം. അതല്ല ബ്ലാക്ക് നൂലിൻ്റെ യൂസ് കഴിയും, കൂടെ എന്ത് ചെയ്യണ്ട, നൂല് മാറ്റണ്ട. അതാണ് അടുത്തൊരു ബുദ്ധി. അതായത് ഒരു നൂലിലുള്ളത് മൊത്തം തയ്ച്ചാൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് നൂല് മാറ്റാനൊന്നും പോകണ്ടല്ലോ. പിന്നെ ബ്ലാക്ക് നൂല് നമുക്കങ്ങ് മാറ്റി വെക്കാം. അതാണ് എൻ്റെ മെയിൻ ഇപ്പോഴത്തെ ഉദ്ദേശം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുമ്പോൾ അറിയാം, ആദ്യം ഞാൻ നിറയെ ആനിമേഷൻ വീഡിയോസാണ്, നിറയൊന്നുമില്ല, കുറേ ആനിമേഷൻ വീഡിയോസ് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ ക്രാഫ്റ്റിലേക്ക് മാറിയിരിക്കുന്നു. ക്രാഫ്റ്റല്ല, പക്ക എംബ്രോയ്ഡറിയിലേക്ക് മാറിയിട്ടുണ്ട്. ആരും ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അനിമേഷനാണോ അതോ ഈ എംബ്രോയ്ഡറി വീഡിയോസാണോ നല്ലതെന്ന് അത് നിങ്ങൾ കമൻറ്റിൽ പറയണേ. ആനിമേഷൻ വീഡിയോസ് തന്നെയാണോ അതോ എംബ്രോയ്ഡറി വീഡിയോസാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. ഗൈസ്, എൻ്റെ 2 ഫിഷുകൾ സെറ്റായി കഴിഞ്ഞു കണ്ടോ. ബാക്കി 2 ഫിഷിൻ്റെയും കണ്ണുകൾ ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കി. ഇനിയാണ് എൻ്റെ മെയിൻ ഐറ്റം, വൈറ്റ് കളർ നൂല്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ കൊച്ചിന് വട്ടാണോ, വൈറ്റ് തുണിയിൽ എന്തിനാണ് വൈറ്റ് കളർ നൂലെന്ന്. ഈവൻ എൻ്റെ അമ്മ പോലും ചോദിച്ചു, നീ എന്തിനാ ഈ വെള്ള കളറ് തുണിയിൽ വെള്ള നൂലിട്ട് തയ്ക്കുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, നമ്മളുടെ ഗുരുനാഥന്മാർ നമ്മളെ സംശയിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സംശയം തോന്നുമല്ലോ. എങ്കിലും ഞാൻ റിസ്ക് എടുത്ത് എൻ്റെ തന്നെ റിസ്കിൽ ഞാൻ എന്ത് ചെയ്തു, വൈറ്റ് നൂല് വെച്ച് ഫിന്നുകളെല്ലാം ചിറകുകളും വൈറ്റ് നൂല് വെച്ച് തയ്ക്കാമെന്ന് വെച്ചു. ഫുൾ ബോഡി തയ്ക്കാൻ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ എല്ലാം ചിറകുകൾ വെളുത്ത നൂല് വെച്ച് വേഗം തയ്ച്ച് തീർക്കുകയാണ്. ഞാൻ ഈ വേഗം ഒന്ന് പറയത്തേ ഉള്ളൂ ഗൈസ്, ഞാനിതെല്ലാം കൂടെ തയ്ച്ച് തീർത്തത് കൃത്യം 2 ദിവസം എടുത്തിട്ടാണ്.
പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടില്ല, അധികം സബ്സ്ക്രൈബേഴ്സും ഇല്ല. പിന്നെ ഇതിനാണ് ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ്സാണ് കേട്ടോ. എനിക്ക് ഭാവിയിൽ നോക്കുമ്പം ഓക്കെ ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ ഓർക്കാനുള്ള ഒരു മാർഗ്ഗം, അതാണ് ഈ എൻ്റെ ഒരു യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങളെ ഞാൻ കൂട്ടുപിടിക്കുന്നു, നിങ്ങളെയും കാണിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഭാവിയിൽ എനിക്ക് തന്നെ കാണാമല്ലോ കുറേ നാൾ കഴിയുമ്പം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ഫിഷിൻ്റെ പണി ഏകദേശം തീർത്തു. അപ്പം കണ്ണ് നമ്മൾ കുളമാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ആ കണ്ണിലേക്ക് ബുള്ളി നോട്ട്സ് വഴി വൈറ്റ് കളർ തയ്ച്ചു. അപ്പോൾ ആ കണ്ണിൻ്റെ വൃത്തികേട് കുറച്ച് മാഞ്ഞു. അപ്പം അത് ഭയങ്കര എംറ്റി ആയി. ഇപ്പോൾ ഡിസൈൻ വളരെ, അതായത് നമ്മുടെ ആ ഒരു ഹോപ്പ് വളരെ എംറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2-3 താമരയോ ആമ്പലാവട്ടെ അതിൻ്റെ ഇലകൾ തയ്ച്ച് പിടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഞാനതിങ്ങനെ തയ്ച്ചെടുക്കും. അപ്പം ആദ്യം എന്താണ് ചെയ്തത്, താമരയുടെ ഇലകൾ തയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു മിക്സഡ് കളർ ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടെ ഉള്ള ഒരു മിക്സഡ് ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡഡ് നൂലായിരുന്നു, വൈറ്റ് അല്ല, ആ ഒരു ഡബിൾ ഷെയ്ഡഡ് നൂലും പിന്നെ പ്രോപ്പർ പച്ച കളറും വെച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഇല നമുക്കറിയാമല്ലോ ആ ഒരു താമരയുടെ ഇലയുടെ സ്ട്രക്ചർ, അതിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ തയ്ച്ചെടുക്കുകയാണ്, എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് ടങ് സ്ലിപ്പിങ് കൂടുതലാണ് ഗൈസ്. അങ്ങനെ എന്ത് ചെയ്തു, ഇല ഫുള്ള് തയ്ച്ചു. ആ ഒരു ഇല തയ്ച്ചു. അടുത്തത് വീണ്ടും നിങ്ങൾക്ക് കാണാം. ഇപ്പം ഈ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഒരു ഭാഗം മൊത്തം പച്ചയായിരിക്കും, മറ്റേ ഭാഗം വരുമ്പോഴാണ് എന്ത് വരുന്നത്, വൈറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഓരോ ഇല നോക്കിയപ്പോൾ അതാ നല്ല പച്ച കളറും, മറ്റേ ഇല നോക്കിയപ്പം കണ്ടോ ആ ഇടത്തെ സൈഡിലെ ഇല നോക്കിയാൽ അതിൽ കൂടുതൽ വൈറ്റ് കളറും വരുന്നു. അതൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അത് കഴിഞ്ഞിട്ടതാ എന്ത് ചെയ്തു, ഒരു പിങ്ക് കളർ എടുത്തു, ഞാനൊരു സ്റ്റാർ ഷേപ്പ് വരച്ചു. എൻ്റെ ആമ്പൽപ്പൂവ് ഇങ്ങനെയാണ് ഗൈസ്, ആമ്പലല്ല താമര, ഏതെങ്കിലും പൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ആ സ്റ്റാർ ഷേപ്പിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, ആമ്പൽപ്പൂവ് തയ്ക്കുകയാണ്. അങ്ങനെ ആമ്പൽപ്പൂവ് ഏകദേശം തയ്ച്ച് ഇങ്ങനെ സ്റ്റാർ ഷേപ്പ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇന്ന് ഞാൻ തയ്ച്ചതെല്ലാം ഒരേ സ്റ്റിച്ചാണ്. ആകെയും പുകയും അവിടെ ഇവിടെ 2 ബുള്ളി നോട്ട്സ് ഇട്ടതല്ലാതെ ബാക്കി എല്ലാം ഒരേ സ്റ്റിച്ച്. കണ്ടോ, ഇങ്ങനെ നമുക്ക് എംബ്രോയ്ഡറി തീർക്കാം. ഇങ്ങനെ ഇത് ഭയങ്കര പാടാണെന്ന് വിചാരിക്കുന്നവരെ കാണിക്കാനാണ്. ഇത് ഭയങ്കര എളുപ്പമാണ് ഗൈസ്, സമയമെടുക്കും, പക്ഷേ ഈ ഒരു സ്റ്റിച്ച് എളുപ്പമാണ്. നോക്കുക എന്ത് ഭംഗിയായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ കാണിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കിയാൽ സ്കൈ ഡിസൈൻ ചെയ്യാൻ ഞാനിങ്ങനെ വളച്ച് പണ്ട് നമ്മൾ ഈ പറവകളെ വരയ്ക്കുന്നത് പോലെ, സോറി സ്കൈ അല്ല അത് വെള്ളമാണ് ഗൈസ്, സോറി, നമ്മൾ പോണ്ടാണ് വരച്ചതെന്ന കാര്യം ഞാൻ മറന്നുപോയി. കണ്ടോ എൻ്റെ ആമ്പൽ കണ്ടോ, ഡോറയെ അനുകരിച്ചുകൊണ്ട്. നിങ്ങൾക്ക് കോയി ഫിഷിനെ കാണാൻ സാധിക്കുന്നുണ്ടോ, കുളം കാണാൻ സാധിക്കുന്നുണ്ടോ, താമരമൊട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ, താമരപ്പൂക്കളും താമര ഇതളുകളും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. താമര ഇതളല്ല, താമര ഇലകൾ, സോറി. അപ്പോൾ ഞാൻ ആദ്യം വരച്ചപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ഇത്ര ഭംഗിയാകുമെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തൂ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.